വികസനം ജനങ്ങൾക്ക് തണലാകുന്നതിന് പകരം കണ്ണീരും ശ്വാസം മുട്ടലുമായി മാറിയതിൻ്റെ നേർക്കാഴ്ചയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണം. നിർമ്മാണ പ്രവർത്തികൾ അനന്തമായി ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ദുരിതം തുടങ്ങിയത്. പദ്ധതി ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ച വേഗം കൈവരിക്കാനുമായിട്ടില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, അവിടെ ഈ മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുകയാണ്. അതുകൊണ്ട് വളരെയധികം പ്രയാസം. ഒന്നാമത് വാഹന യാത്രക്കാർക്ക് പ്രയാസം, അതുമാത്രമല്ല ഈ പാലത്തിൻ്റെ സമീപത്തുള്ള കച്ചവടക്കാർ, അവിടെ നാട്ടിലുള്ള ആളുകൾ, ഇവരൊക്കെ ഏറെ പ്രയാസപ്പെടുന്നു. മഴക്കാലം കൂടിയാണ്, അപ്പോൾ ഗതാഗതത്തിന് കുരുക്കുണ്ടാകുന്നു. അപ്പോൾ ഈ മഴയുടെ പ്രശ്നങ്ങളുണ്ട്. ഈ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. എന്താണ്, ഫണ്ടിൻ്റെ അപര്യാപ്തതയാണോ? എന്താണ് നിർമ്മാണം ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങാൻ കാരണം? രമ്യദാസ്. വിനോദ്, ഏറെക്കാലമായി ഈ കോഴിക്കോട് ചെറുവണ്ണൂർ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നോണമാണ് ഈ ചെറുവണ്ണൂരിൽ ഒരു പാലം നിർമ്മിക്കാൻ, മേൽപ്പാലം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അതായത് LDFൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു മേൽപ്പാല നിർമ്മാണത്തിന് നിർദ്ദേശം വരുന്നത്. ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തികളെല്ലാം തുടങ്ങുന്നതും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ്. അതായത് 89 രൂപ ചിലവിൽ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു മേൽപ്പാല നിർമ്മാണം ആരംഭിക്കുന്നത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ഈ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് നൽകുമെന്നായിരുന്നു അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ വാദം. പക്ഷേ ഈ 2 വർഷമായിട്ടും ഈ മേൽപ്പാല നിർമ്മാണം 50% പോലും പൂർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശവാസികളും കച്ചവടക്കാരും എല്ലാം ആരോപിക്കുന്നത്. കാരണം 2 വർഷമായി ഈ റോഡിന്റെ മേൽപ്പാലം, അതായത് അധികൃതർ പറയുന്നത് 50% പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ തൂണുകളുടെ ഒരു വശത്തേക്കുള്ള തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മറ്റേ വശത്തേക്ക് തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി സ്പാനുകളുടെ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കാനകളുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കാനകളുടെ അതുപോലെ തന്നെ സർവീസ് റോഡുകളും എല്ലാം ഗതാഗത യോഗ്യമാക്കണമായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോഴാണ് ഈ മഴക്കാലത്താണ് ഈ കാനകളുടെ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം പുരോഗമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു ആക്ഷേപമാണ് ഈ ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ ഉയരുന്നത്. ഈ കച്ചവടക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണവുമായി ഉയരുന്നുണ്ട്. അതിനിപ്പോൾ കൃത്യമായി തന്നെ നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ആക്ഷേപം കൃത്യമായ ജോലിക്കാരില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നാമം മാത്രമായ, അതായത് തുച്ഛമായ ജോലിക്കാരെ വെച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ചേത്തി ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുമ്പോൾ ഒരു വീട് പണിക്ക് വേണ്ട ആളുകൾ പോലും നിലവിൽ ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇല്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ വേനൽക്കാലത്താണെങ്കിൽ പൊടിപടലങ്ങളുടെ ശല്യമായിരുന്നു പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ വാഹന യാത്രികർക്കും കച്ചവടക്കാർക്കും എല്ലാം നേരിട്ട്. പക്ഷേ മഴക്കാലമായതോടുകൂടി പല കടകളിലേക്കും വെള്ളം അവസ്ഥയുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് മേഖലയിലുണ്ട്. ഈ കാന നിർമ്മാണത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ കച്ചവടക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമ്മൾ റോഡിന് സമീപമുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ മഴക്കാലമായതോടുകൂടി വലിയ വെള്ളക്കെട്ട് വരുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കടക്കുള്ളിലേക്ക് വെള്ളം കയറുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. പല കച്ചവടക്കാർക്കും ലക്ഷങ്ങൾ തന്നെ ഈ വെള്ളം കയറിയതിനെ തുടർന്ന് സാധന സാമഗ്രികൾ നശിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഈ ഒരു മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കച്ചവടക്കാർക്കുണ്ട്. അതുപോലെ തന്നെയാണ് സമീപവാസികൾക്കും പൊടിപടകളും. അത്തരത്തിൽ ഈ 2 വർഷത്തോളമായി ഇത്തരത്തിൽ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഇത് കച്ചവടത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും ഈ കച്ചവടക്കാർ ഉൾപ്പെടെ പറയുന്നു. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ BJP ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയതാണ്. എന്നിട്ടും ഈ തരത്തിൽ ഇഴഞ്ഞു തന്നെയാണ് മേൽപ്പാല നിർമ്മാണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP പ്രവർത്തകരും. വ്യക്തമാണ്. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണമാണ് ഇങ്ങനെ അനന്തമായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത്. ആദ്യം വേനൽക്കാലത്ത് പൊടിശല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴക്കാലമായതോടെ ചെളിവെള്ളം നിറഞ്ഞു. സമീപത്തെ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം. എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും രമ്യദാസ്.